സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം. അരുൺ അമർനാഥ് വിവരങ്ങളുമായി നമുക്കിപ്പം നിലമ്പൂരിൽ നിന്ന് ചേരുന്നുണ്ട്. അരുൺ, പ്രഖ്യാപനം എത്തിക്കഴിഞ്ഞു, ഇനി പിന്നോട്ടില്ല. അൻവർ മത്സരിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എന്ന് വ്യക്തമാവുകയാണ്. ഇനി തൃണമൂൽ കോൺഗ്രസിന്റെ ചിഹ്നത്തിലായിരിക്കുമോ, ഒരു പുൽച്ചെടിയും രണ്ട് പൂക്കളും, അതാണ് TMCയുടെ ചിഹ്നം, ആ ചിഹ്നത്തിലായിരിക്കുമോ മത്സരിക്കുക? ഇന്നോ നാളെയോ എപ്പോഴാണ് നാമനിർദ്ദേശ പത്രിക കൊടുക്കുക? അക്കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. ആര്യ, അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ. PV അൻവർ നേരത്തെ പ്രഖ്യാപനം നടത്തുമ്പോഴും ഈ ചിഹ്നത്തെക്കുറിച്ചുള്ള ഒരു ആശങ്കയാണ് പറഞ്ഞത്. പക്ഷെ ഔദ്യോഗിക പ്രഖ്യാപനം തന്നെ വന്നിരിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസ് പത്രക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നു. ഔദ്യോഗികമായി PV അൻവറിനെ നിലമ്പൂർ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥിയായി തൃണമൂൽ കോൺഗ്രസ് പ്രഖ്യാപിക്കുകയാണ്. മമതാ ബാനർജിയുടെ നിർദ്ദേശത്തോടെ സ്ഥാനാർത്ഥിയായി PV അൻവറിനെ പ്രഖ്യാപിക്കുന്നു എന്നാണ് വാർത്താക്കുറിപ്പിലുള്ളത്. അപ്പോൾ അതിലൊരു വ്യക്തത വന്നിരിക്കുന്നു എന്ന് തന്നെയാണ്. പല തീരുമാനങ്ങളിൽ അൻവർ മാറി പറഞ്ഞെങ്കിലും ഇതിൽ നിന്ന് പിന്നോട്ട് പോകുവാനുള്ള ഒരു സാധ്യത ഇല്ല എന്നുള്ളതാണ്. നാളെയാണ് അവസാന തീയതി നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള. അത് കഴിഞ്ഞ് 5-ാം തീയതിയാണ് ഇത്തരത്തിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. അവിടെയും നേരത്തെ UDF കൺവീനറൊക്കെ സംസാരിക്കുമ്പോൾ ഇനിയും സമയമുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു നിലപാടിൽ ഉറച്ചു തന്നെയാണ്. അത്തരത്തിലുള്ള നീക്കങ്ങളാണ് PV അൻവർ നടത്തുന്നത്. പ്രത്യേകിച്ചും കേന്ദ്ര കമ്മിറ്റിയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ കൂടെ ഇടപെടൽ ഉണ്ടാകുന്നതോട് കൂടി എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഒരു ഔദ്യോഗിക പ്രഖ്യാപനം വന്നിരിക്കുന്നു. മമതാ ബാനർജിയുടെ കേരളത്തിന്റെ ചുമതലയുള്ളത് TMCയിൽ മഹുവ മൊയ്ത്രയും മമതാ ബാനർജിയൊക്കെ വരുമോ ഒരുപക്ഷെ കേരളത്തിലേക്ക്, നിലമ്പൂരിലേക്ക്? നേരത്തെ ആര്യ അത്തരത്തിലൊരു റാലി തൃണമൂൽ കോൺഗ്രസ് ഷെഡ്യൂൾ ചെയ്തിരുന്ന സമയത്ത് ഇത്തരത്തിൽ ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് കേരളത്തെ ഷെഡ്യൂൾ ചെയ്തിരുന്നു. മെയ് 17-നായിരുന്നു കഴിഞ്ഞ തവണ. അത്തരത്തിൽ അന്ന് ദേശീയ നേതാക്കളൊന്നും എത്തിയില്ലെങ്കിൽ പോലും 4 സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമായിരുന്നു. അപ്പോൾ അതിനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്നുള്ളത് തന്നെയാണ്. മമതാ ബാനർജിയും അഭിഷേക് ബാനർജിയും ഡെറിക് ഒബ്രയൻ, മഹുവ മൊയ്ത്ര തുടങ്ങിയ നേതാക്കൾ ഉൾപ്പെടെ അണിനിരക്കുന്ന ഒരു വലിയ സമ്മേളനവും പ്രഖ്യാപനവും ഒക്കെ അൻവറിന്റെ പദ്ധതിയിലുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ മത്സര രംഗത്തേക്ക് തൃണമൂൽ കോൺഗ്രസ് ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയായും അത്തരത്തിൽ വലിയ രീതിയിൽ തന്നെയുള്ള ഒരു പ്രചാരണ പരിപാടിയിലേക്ക് കടക്കാനാണ് PV അൻവറിന്റെ തീരുമാനം. അങ്ങനെയെങ്കിൽ ദേശീയ നേതാക്കൾ എത്തുന്നതിൽ യാതൊരു തടസ്സവും ഉണ്ടാകില്ല. മമതാ ബാനർജി ഉൾപ്പെടെ എത്താനുള്ള സാധ്യത ഏറെയുമാണ്. ആര്യ, ശരി, എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ചിത്രം കൃത്യമായി കഴിഞ്ഞു. ആര്യാടൻ ഷൗക്കത്ത്, M സ്വരാജ്, ഇപ്പോൾ PV അൻവറും മത്സര രംഗത്തേക്ക് വരികയാണ്. ഇനി അതിലൊരു സംശയവുമില്ല.